welcome to my YouTube channel. It's me, a passionate dancer, Amrutambika. ഓക്കെ, ഇന്നൊരു പുതിയ വ്ളോഗ് ഞാൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. കണ്ടൻറ്റായിട്ട് എന്താണെന്ന് ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല. ഇതെൻ്റെ ചേട്ടൻ്റെ മോളാണ്. പേരെന്താ പറഞ്ഞോളൂ? വേദ എന്നാണെങ്കിലും വേദലക്ഷ്മി എന്നാണ് പേര്. നമ്മളൊക്കെ വേദു എന്ന് വിളിക്കും, നമ്മുടെ വേദുമ്മ. ഓക്കെ, അപ്പോൾ വേദുമ്മ എനിക്ക് കുറച്ച് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ? എന്തിനാണ് വേദ എനിക്ക് ഗിഫ്റ്റ് തന്നത്? ഓ, എൻ്റെ ഹാപ്പി ബർത്ത്ഡേ. ആരുടെ ഹാപ്പി ബർത്ത്ഡേ? എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. വേദ എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ആക്ച്വലി ഇവളെ എൻ്റെ ചേട്ടൻ്റെ മോളാണെങ്കിലും ഇവളെന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അവൾ ചിലപ്പോഴൊക്കെ എന്നെ ചേച്ചി എന്ന് വിളിക്കും, ചിലപ്പോൾ എന്നെ മാമി എന്ന് വിളിക്കും, ചിലപ്പോൾ എന്നെ എന്താ വിളിക്കുന്നത്? അമ്മ. എൻ്റെ പേരെന്താ? അമൃതാംബിക എന്ന് വിളിക്കില്ല, അമൃതാംബിക എന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, അവളുടെ മൂഡ് എന്താണോ അതനുസരിച്ചാണ്. സോ ഇവളെനിക്ക് കുറച്ച് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അവൾ സെലക്ട് ചെയ്ത്, അവൾ കടയിൽ പോയി അവൾ സെലക്ട് ചെയ്തെന്നാണ് ചേട്ടൻ പറഞ്ഞത്. കാരണം അവൾ പോയി സെലക്ട് ചെയ്ത് എനിക്ക് മാമിക്ക് കൊടുക്കണം, ഞാൻ സെലക്ട് ചെയ്യാം, ഇതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. കുറച്ച് ഫാൻസി ഐറ്റംസ് ആണ്, എങ്കിലും എനിക്കത് കുറച്ച് പ്രീഷ്യസ്, കുറച്ചൊരു അത്ഭുതമായിട്ട് തോന്നി ഇവളതങ്ങനെ വാങ്ങിച്ചത്. ഇവളെ ഇരുത്തിക്കൊണ്ട് പറയുന്നതെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ആക്ച്വലി അവളെനിക്ക് ഇന്നലെ തന്നപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അവൾക്കത് എനിക്ക് വേണ്ടി തന്നില്ലേ അല്ലേ? സ്നേഹത്തോടെ തന്നെ തന്നത്. അതോ? അപ്പോൾ എനിവേ, അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ വി ആർ ഗോയിങ് ടു എ ന്യൂ വീഡിയോ. അപ്പം വേറെ ഇന്നലെ ഫാൻസി സ്റ്റോർ ആയതുകൊണ്ട് തന്നെ ഫാൻസി സ്റ്റോറിൻ്റെ കവർ അറിയാമല്ലോ, ഇതാണ് ഫാൻസി സ്റ്റോറിൻ്റെ കവർ. അപ്പോൾ ഈ കവറിലാണ് വേദമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നത് അല്ലേ? വേദമ്മ വാങ്ങിച്ചുകൊണ്ട് വന്ന കവറാണ്. അപ്പോൾ ഇതിൽ ഞാൻ എന്തൊക്കെയുണ്ടെന്ന് കണ്ടു, പക്ഷെ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ആസ് എ ഒരു എത്രാം ക്ലാസ്സിലായി വേദമ്മ? വേദ ഇപ്പോൾ 1ാം ക്ലാസ്സിലാണ്. അപ്പോൾ 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് എനിക്ക് എത്രമാത്രം എന്തൊക്കെ എനിക്ക് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് നമുക്ക് അറിയാം. ഒരു ചെറിയൊരു കുട്ടിയല്ലേ, അപ്പോൾ അവൾ അത് പെട്ടെന്ന് മനസ്സിലാക്കി ഉള്ളതിൽ എനിക്ക് അതിന് ഹാപ്പിയാണ്. അപ്പോൾ ഞാനത് നിങ്ങളെ കൂടെ കാണിക്കാം. സോ ആദ്യം അവളെനിക്ക് ഈ കമ്മൽ, ഞാനത് ഇന്ന് ഞങ്ങൾ കോവിലിൽ പോയി അല്ലേ, നമ്മൾ ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ടാണ് വന്നിട്ട് ഉടനെ വന്ന് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ ഉറങ്ങിപ്പോയി, ഞാനും ഉറങ്ങിപ്പോയി. ആക്ച്വലി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വൈകിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ രാവിലെ ഞാനത് ഇട്ടതാണ്. ഞങ്ങൾക്ക് ആദ്യം നിന്ന് ഊരിയിട്ടില്ല. അപ്പോൾ ഇതാണ് അവൾ ഒരു കമ്മൽ, കണ്ടോ ജിമിക്ക്. ഇതാണ് അവൾ എനിക്ക് ഒരെണ്ണം തന്നത്. പിന്നെ അവൾ എനിക്ക് തന്നത് പിന്നെ ഒരു കമ്മലും കൂടെ തന്നു. ഇതാണ് മറ്റൊരു കമ്മൽ. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതൊരു സിൽവറാണ്. ഇതുപോലെ തന്നെ ഒരു ഗോൾഡൻ പോലെ, റോസ് ഗോൾഡാണ് ആക്ച്വലി. ഇതൊക്കെ സ്റ്റോൺ ഉണ്ട്, പക്ഷെ നോർമലായിട്ടുള്ള ഒരു സിൽവർ മോഡൽ. അപ്പോൾ ഇതാണ് അവൾ പിന്നെ തന്നൊരു കമ്മൽ. അപ്പോൾ 2 കമ്മൽ അവൾ തന്നത്. 2 ക്ലിപ്പ് തന്നു അല്ലേ? 2 ക്ലിപ്പ് തന്നുള്ളൂ, അല്ല 3 ക്ലിപ്പ് തന്നു. അതേ പറഞ്ഞു, ഒരുപാട് സാധനം ഉണ്ടായിരുന്നു, 2-3 ക്ലിപ്പ് ഉണ്ടായിരുന്നു. ഇതുണ്ട് എൻ്റെ ക്ലിപ്പ് ഒക്കെ അറിയാം, എനിക്ക് സ്കൂളിൽ വെച്ചുകൊണ്ട് പോകാനുണ്ടോ. ഇതാണ് ഒരു ക്ലിപ്പ്. ആക്ച്വലി നമുക്ക് ഇങ്ങനെ കളിക്കും. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ഗോൾഡ് വരണം. അത് വേണം, ഇത് ഗോൾഡ് വരുന്നത്. ഇത് നോർമലായിട്ട് ഒരു വുഡൻ ടൈപ്പ് വരുന്ന ഒരു ക്ലിപ്പും കൂടെ. അപ്പോൾ ഇത് 3 ഹെയർ ക്ലിപ്സ് ആണ് അവൾ പിന്നെ തന്നത്. അതിൻ്റെ കൂടെ നേരം കൊണ്ട് എന്നോടൊരു കാര്യം പറയുന്നുണ്ട്, കീ ചെയിൻ എന്ന്. അവൾ നോക്കി മെനക്കെട്ടെടുത്തൊരു സാധനമാണ് കീ ചെയിൻ. ഇതാണ് കീ ചെയിൻ. അപ്പോൾ അവളെ സംബന്ധിച്ച് പറഞ്ഞോ അമൃത മാമിയുടെ ഫസ്റ്റ് ലെറ്റർ എ ആയതുകൊണ്ട് കുഞ്ഞ് എ നോക്കിയെടുത്തതാണ്. കണ്ടോ, എ നോക്കിയെടുത്തതാണ്. വേദമ്മയ്ക്ക് വാങ്ങിച്ചില്ലേ? വേദമ്മ ഒരു കീച്ചൻ വാങ്ങിച്ച, അത് വി ലെറ്റർ ആണ് കേട്ടോ. അപ്പൊ ഇത് അമൃതമാമിക്ക് വാങ്ങിച്ചത് എ ലെറ്റർ, ആൻഡ് വേദമ്മയ്ക്ക് വാങ്ങിച്ചത് പി ലെറ്റർ ആണ്. അപ്പൊ താങ്ക് യു. അപ്പൊ ഈ ഒരു കീച്ചൻ അവൾക്ക് ഒരുപാട് സമയം എടുത്തു അവള് കണ്ടുപിടിച്ചെടുക്കാൻ. അതാണ് ആ കുറെ നേരം കൊണ്ട് കീച്ചൻ ഇടുന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് അത്രയും സമയം എടുത്തില്ല, പക്ഷെ അവളുടെ എടുക്കാൻ കുറച്ച് സമയം എടുത്തു. പിങ്ക് എടുക്കാൻ. അതെ. പിന്നെ എനിക്കൊരു ക്യൂടെക്സ്, അവൾക്ക് ഒരു ഫേവറേറ്റ് കളറാണ് പിസ്ത. സോ അതുകൊണ്ട് തന്നെ അവളൊരു പിസ്ത കളർ ക്യൂടെക്സ് ഉണ്ട്. ഇതാണ് ഒരു പിസ്ത ആയിട്ട് നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ കാണത്തില്ല, ഒരു ഗോൾഡൻ പോലത്തെ ഒരു കളറ്. അതാണ് പിന്നെ അവൾ വാങ്ങിച്ചത്. ഇത് ക്യൂടെക്സ് ആണ്. ക്യൂടെക്സ് മാമീനെ ഒരുക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് അവൾ എല്ലാ സാധനങ്ങളും ഒരുങ്ങുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. ഈ വ്ളോഗൊക്കെ എടുക്കാൻ ഒരുങ്ങല്ലേ ഇതൊക്കെ എടുത്തിട്ട്. ഇത് ഇന്ന് ഞാൻ കമ്മലിട്ടതുപോലെ. പിന്നെ അവൾ വാങ്ങിച്ചത് ഇതുണ്ടോ, ഇതെന്താ വേദ? ഇത് ഹെയർ ബാൻഡാണ് കേട്ടോ. ഹെയർ ബാൻഡ് കണ്ടോ, മുത്തൊക്കെ വെച്ച ഒരു ഹെയർ ബാൻഡ്. അതിൻ്റെ താഴെ നല്ല എൻഡ് പോർഷനിൽ നല്ല ടെയിലായിട്ട് ഒരു ബ്ലൂ കളർ ഫെദർ പോലെ ഇരിക്കുന്ന ഒരു തുണിയും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിലും ബീഡ്സ് ഉണ്ട് കേട്ടോ, ഇതിലും ബീഡ്സ് ഒക്കെ ഉണ്ട്.
അപ്പോൾ ഇത് ആക്ച്വലി ഇത് എനിക്ക് തലയിലിടുമ്പോൾ തലയിൽ മുടി കുരുങ്ങും. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒക്കെ ഒന്ന് പിൻ ചെയ്തിടാം. ഫുള്ളി പിൻ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ നല്ല ബാൻഡ് കേട്ടോ, നല്ല സ്ട്രോങ് ബാൻഡാണ്. താങ്ക് യു. എനിക്ക് കളർ ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഒരു പൂവാണ്. ഇത് ആക്ച്വലി ഒരു ഇവിടെ ശ്രദ്ധിക്കുന്നില്ലേ, ഇതാണ് പിള്ളേരുടെ അറ്റൻഷൻ അങ്ങ് പോകും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബണ്ണാണ് കണ്ടോ, ഇതൊരു ബണ്ണാണ്, ഒരു ഫ്ലവറൊക്കെ വരുന്ന ബണ്ണ്. ഇത് വളരെ നല്ല രസമുണ്ടായിരുന്നു. ഒരു നടുക്ക് 3 പേളൊക്കെ വരുന്ന ഒരു ബണ്ണാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ ഫൈനലായിട്ട് 2 ഹെയർ അല്ല ഇതെന്താ ബ്രേസ്ലെറ്റ്. 2 ബ്രേസ്ലെറ്റാണ് കുഞ്ഞ് എനിക്ക് വാങ്ങിച്ചു തന്നത്. ഇതാണ് 2 ബ്രേസ്ലെറ്റ്. ഒന്ന് ബ്ലൂവും ഒന്ന് പിങ്ക്. രണ്ടും പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഭയങ്കര ഡാർക്കനായിട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഈ ഒരു പിങ്ക് ഞാൻ ഇന്ന് ഉപയോഗിച്ചു കേട്ടോ, ഇത് ഉപയോഗിച്ചില്ല. അപ്പോൾ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഇതിന് ടാഗ് ഉള്ളതും ഇതിന് ടാഗ് ഇല്ലാത്തത്. അപ്പം ഇത് രണ്ടുമാണ് ഹെയർ ബാൻഡ്. അപ്പോൾ ഹെയർ ബാൻഡ് അല്ല, നമ്മുടെ ബ്രേസ്ലെറ്റ്. അപ്പോൾ സോ ബ്രേസ്ലെറ്റ് ലൈക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ഇടാം. അച്ഛൻ നല്ല വാങ്ങിച്ചതാണ്, ഐ മീൻ എൻ്റെ ചേട്ടൻ വാങ്ങിച്ചതാണ്. താങ്ക് യു. സോ ഗൈസ്, നമ്മുടെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. ഇത് ഇത്രയും സാധനമായിരുന്നു എനിക്ക് വാങ്ങിച്ചു തന്നത്. അപ്പോൾ ഓൾ ദീസ് തിങ്സ്, ഇത് ആക്ച്വലി നിങ്ങൾക്ക് വിചാരിക്കും ഇത് ഈ കുഞ്ഞു സാധനത്തിന് എന്തിനാ ഇങ്ങനെ ഒരു വ്ളോഗ് ഇടുന്നത്, ഇതിൽ പ്രത്യേകിച്ച് കാണാൻ ഒന്നുമില്ലല്ലോ എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ എന്തോ എനിക്കങ്ങനെ അല്ല. കാരണം കണ്ടപ്പോൾ മനസ്സിലായി കാണും ഓരോ സാധനത്തിനും. ഇപ്പോൾ ഓരോ സാധനത്തിനും ഈ ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വാങ്ങിച്ചു തന്ന ഒരു സാധനത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച്. മറ്റുള്ള ഗിഫ്റ്റുകളും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫ്രണ്ട്സൊക്കെ വാങ്ങിച്ചത്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൊളീഗ്സ്, ഇവരൊക്കെ എനിക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഷോർട്സ് ആയിട്ടൊരു വീഡിയോ ഇടാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേദമ്മ എനിക്ക് വാങ്ങിച്ചു തന്നത്. അപ്പം വേദമ്മയുടെ സെലക്ഷൻ ഐഡിയാസ് ഇഷ്ടപ്പെട്ടോ, ഇതിൽ ഏത് സാധനമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഹോപ്പ് യു ഗൈസ് യു ഓൾ എൻജോയ്ഡ് മൈ വീഡിയോ. ഞാനും വേദലക്ഷ്മിയുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ടൈം കാണുന്നവരേക്കും ടാറ്റാ. ബൈ ബൈ. ഒരു മുഹൂർത്തം.